കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്ന ഡുങ്ങുഡു ഡാൻസിൻ്റെ തിയറി എക്സാമിന് കയറുന്നവരെ 10 തൊട്ട് 11 വരെയായിരുന്നു അവൾക്ക് എക്സാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം കാറിലേക്ക് വന്നിട്ട് സച്ചുനെ റെഡിയാക്കി കേട്ടോ. മുഖത്തെ കാര്യങ്ങളൊക്കെ അവളുടെ ഒരുവിധമൊക്കെ തീർത്തിട്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ വളമാല അങ്ങനത്തെ ജ്വല്ലറി ഐറ്റംസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് വേഗം ഇട്ട് കൊടുത്തു. കാരണം സച്ചുന് 11:40 എക്സാം. അവൾക്ക് തിയറി ഇല്ല കേട്ടോ, പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. ജ്വല്ലറീസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ പറയുക, അരപ്പട്ടയും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അതെല്ലാം പുറത്തിറങ്ങാൻ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി. എന്തോ ഭാഗ്യത്തിന് മഴയൊന്ന് മാറി നിന്നു. ചെറിയൊരു തണുപ്പുണ്ട്, അത് അവളുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടും മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവളെ വേഗം ഒന്ന് റെഡിയാക്കി ഞാൻ അകത്തോട്ട് കയറ്റി. പിന്നെ നമ്മൾ കയ്യിൽ മാർക്കർ വെച്ചിട്ട് ഫുള്ള്, നമുക്കിവിടെ അൾട്ടയൊന്നും അങ്ങനെ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ മാർക്കർ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്ത് അവളെ ഒന്ന് ഫുള്ള് സെറ്റാക്കി കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ ഡുങ്കുടുവിൻ്റെ അവിടേക്ക് പോയി. കാരണം 11 മണിക്ക് അവളുടെ എക്സാം കഴിയുമല്ലോ. അങ്ങനെ അവളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് അവൾ ഇതാ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവൾക്ക് 12:30-ക്കാണ് കേട്ടോ പ്രാക്ടിക്കലുള്ളത്. പക്ഷേ എനിക്ക് 11:40 സച്ചിനെ കൊണ്ടുപോകുന്നുണ്ട്. പെട്ടെന്ന് ഇവളെ റെഡിയാക്കാൻ നോക്കിയിട്ടോ. ഞാൻ മുഖത്തെ കാര്യങ്ങളും എല്ലാം ഒരുവിധം ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് കൊടുത്ത് പിന്നെ ഈ പറഞ്ഞ അരപ്പട്ടയും ഡ്രസ്സൊക്കെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ടിറങ്ങി എല്ലാം ചെയ്തു. ആ സമയത്ത് നമ്മുടെ ഫ്രണ്ടിലെ രാമു സീതുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ സച്ചുനെ അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോയി. പക്ഷേ ഹോൾ ടിക്കറ്റ് കൊടുക്കാൻ മറന്നു. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ റെഡിയാക്കി വേഗം നമ്മൾ അകത്ത് കയറി. അവരുടെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല രീതിയിൽ രണ്ടുപേരും എക്സാം എഴുതിയെന്ന് വിചാരിക്കുന്നു. ഡുങ്കൂടെ അത് കഴിഞ്ഞ് വേഗം പോയിട്ട് അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സച്ചിൻ്റെ പിന്നെ ഞാൻ ആ ഫ്രണ്ടിലത്തെ ഷോൾ പോലത്തെ സംഭവമില്ലേ, അത് മാത്രം ഇട്ട് കൊടുത്ത് ഒരു കുർത്ത ടൈപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട് പോകാനായിട്ട്. രാവിലെ 8 മണിക്ക് പുറപ്പെട്ടത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ 1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല വിശപ്പുണ്ടല്ലോ, ഇനി വീട്ടിൽ പോയി കഴിക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ നോർത്ത് ആംപ്ടണിലുള്ള മന്നാസ് ഫുഡ് കോർണറിലേക്കാണ് കേട്ടോ വന്നത്. എങ്ങനെയൊക്കെയോ നമ്മൾ തപ്പിപ്പിടിച്ച് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലം നമ്മൾ തപ്പിപ്പിടിക്കും കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ കടയിലേക്ക് വരുന്നത്. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മുടെ ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊഞ്ഞാലിൽ ആടി വേണം പിള്ളേർക്ക് ഫുഡ് കഴിക്കാം. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ അത് രണ്ട് ഊഞ്ഞാലായിരുന്നു. അത് ഫുള്ളായതുകൊണ്ട് പിന്നെ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ആസ് യൂഷ്വൽ സച്ചു പൊറോട്ടയും ചിക്കൻ കറിയും അതുപോലെ തന്നെ ഡുങ്കുടു കൊത്തു പൊറോട്ട പോലത്തെ ഒരു സംഭവമാണ് ഓർഡർ ചെയ്ത്. പൊറോട്ട ചിക്കൻ എന്നാണ് പറഞ്ഞത്. സാധനം മട്ടൻ ബിരിയാണി, ഞാൻ ചട്ടിച്ചോറും ഉണ്ട് മേടിച്ച്. രാമു സീതുവൊക്കെ ഇട്ടുണ്ടെങ്കിൽ അവർ വേറെ കടയിലേക്ക് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കട അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവരും നേരെ ഇവിടെ വന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ വീട്ടിൽ പോയി